ഇന്ന് കേരളം ഉണർന്നത് പത്തനംതിട്ടയിൽ ഒരു 18-കാരിയെ കഴിഞ്ഞ 5 വർഷമായി 64-ലധികം പേർ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത അറിയിച്ചുകൊണ്ടാണ്. വാർത്ത വരുന്നതിനൊപ്പം തന്നെ കുറേ പേർ അറസ്റ്റിലായിട്ടുണ്ട്, നിരവധി പേർ കസ്റ്റഡിയിലാണ്. ഇരയായ പെൺകുട്ടിക്ക് പരാതി പറയാൻ ധൈര്യമുണ്ടാകുന്നത് നമ്മുടെ സംവിധാനത്തിൻ്റെ മികവാണ് കാണിക്കുന്നത്. മണിക്കൂറുകൾ തികയും മുൻപ് പ്രതികൾ അകത്താകുന്നത് പോലീസ് സംവിധാനത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും ഇച്ഛാശക്തി കൂടി തെളിയിക്കുന്നു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ വിവിധ കേസുകളിൽ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചാൽ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം എന്താണെന്ന് വ്യക്തമാകും. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രമുഖ നടൻ അകത്ത് കിടന്നതു മുതൽ ഏറ്റവും ഒടുവിൽ ഹണി റോസിൻ്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അകത്ത് കിടക്കുന്നതുവരെ ഉദാഹരണങ്ങളാണ്. ഇതിനിടയിലാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷവും ഒരു കൂട്ടം മാധ്യമങ്ങളും 2017 മുതൽ 2021 വരെ ചർച്ച ചെയ്ത് വന്ന പിണറായിയെയും ഇടത് സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയ വാളയാർ കേസ് ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. പ്രായപൂർത്തിയാകാത്ത 2 പിഞ്ചു പെൺമക്കളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതോ ആത്മഹത്യ ചെയ്യിച്ചതോ ആയ കേസിൽ അന്വേഷണത്തെ തകിടം മറിക്കാൻ ശ്രമിച്ചവർക്കും കൂട്ടുനിന്നവർക്കും തിരിച്ചടിയാകുകയാണ് CBI ഇപ്പോൾ നൽകിയിട്ടുള്ള കുറ്റപത്രം. രാഷ്ട്രീയം കലർത്തി അന്വേഷണത്തിൽ പോലീസിനെതിരെ കലാപമുണ്ടാക്കിയ പ്രതിപക്ഷം കൂട്ടുപിടിച്ചത് ഇപ്പോൾ CBI പ്രതികളാക്കിയ മാതാപിതാക്കളെ തന്നെയാണ് എന്നതാണ് ഏറെ കൗതുകകരം. തെരഞ്ഞെടുപ്പിൽ ലാഭം നേടാൻ നട്ടാൽ കുരുക്കാത്ത നുണകൾ നിരത്തിയവർ കുട്ടികളോട് തരിമ്പം നീതി പുലർത്താത്ത ആ അമ്മയെ മുന്നിൽ നിർത്തി ഇടത് സർക്കാരിനെതിരെ പടവെട്ടി. പിണറായി വിജയനെതിരെ അവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുക വരെ ചെയ്തു. മാധ്യമങ്ങളുടെ ദൈനംദിന ചർച്ചയിൽ വാളയാർ മാത്രമായി മാറിയ ഒരു കാലമുണ്ടായിരുന്നു. ഒരു കോടതിയും ഒരു കമ്മീഷനും ഒരു വാക്ക് പോലും എതിരായി പറയാതിരുന്നിട്ടും സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചവർക്ക് മറുപടി നൽകി സർക്കാരിന് തുടർ ഭരണം നൽകി ജനം. ഇപ്പോൾ CBI അന്വേഷണം നടത്തി മാതാപിതാക്കളിലേക്ക് കേസ് തിരിയുമ്പോൾ ചർച്ചകൾ വാളയാർ കടന്നോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചോദിക്കുന്നത്.